കേരളീയ സാമൂഹിക മുന്നേറ്റത്തിൽ കനപ്പെട്ട സംഭാവനകൾ അർപ്പിച്ചവരാണ് പ്രവാസി മലയാളികളെന്നും ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന തൊഴിൽ പ്രതിസന്ധിയെ മലബാർ മറികടന്നത് ഗൾഫ് പ്രവാസം കൊണ്ടാണെന്നും ഡോക്ടർ എം എൻ കാരശ്ശേരി പറഞ്ഞു. അമ്മാർ കീഴ്പറമ്പ് രചിച്ച് പേജ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഇഖാമ എന്ന നോവൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളീയ സാമൂഹിക മുന്നേറ്റത്തിൽ കനപ്പെട്ട സംഭാവനകൾ അർപ്പിച്ചവരാണ് പ്രവാസി മലയാളികളെന്നും ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന തൊഴിൽ പ്രതിസന്ധിയെ മലബാർ മറികടന്നത് ഗൾഫ് പ്രവാസം കൊണ്ടാണെന്നും ഗൾഫ് നാടുകളിലെത്തി പുതിയ കാല കേരളത്തിന് അടിസ്ഥാന ശിലയിട്ട് ആദ്യകാല ഗൾഫ് പ്രവാസികളെ മറന്നുപോകരുതെന്നും ഡോക്ടർ എം എൻ കാരശ്ശേരി പറഞ്ഞു. അമ്മാർ കീഴ്പറമ്പ് രചിച്ച് പേജ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഇഖാമ എന്ന നോവൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 62ാം EMS മനുഷ്യ പൂർത്തിയാക്കുകയും ചെയ്ത ഒന്നാണ് ഭൂപരിഷ്കരണം. 1970 ജനുവരി 1-ാം തീയതി കേരള ഗവൺമെന്റ് ഭൂപരിഷ്കരണം പൂർത്തിയായി എന്ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടൊരു സാധനം കുലത്തൊഴിലാണ്. ഈ കുലത്തൊഴിൽ നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത്, ഞാൻ പഠിക്കുന്നതൊക്കെ 60കളിലൊക്കെയാണ്. അന്ന് ഒരു സിനിമയിൽ പാട്ടുണ്ട്, നോ വേക്കൻസി. എല്ലാ ഓഫീസിന് മുമ്പിൽ ബോർഡുണ്ട്, നോ വേക്കൻസി, ഇവിടെ ഒഴിവില്ല. സിനിമയിലൊക്കെ കാണിക്കുന്നത് ഇപ്പോൾ തൊഴിൽ രഹിതന്മാരുടെ പ്രശ്നങ്ങൾ. കാരണം ഭൂപരിഷ്കരണം വന്നപ്പോൾ അനവധി കാര്യങ്ങൾ മാറി. ജന്മകുടിയാൻ വ്യവസ്ഥ മാറി, മരുമക്കത്തായം എന്നുള്ള വ്യവസ്ഥ മാറി, കൂട്ടുകുടുംബം എന്നുള്ള സ്ഥാപനം പൊളിഞ്ഞു. നമ്മൾ പെട്ടെന്ന് മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് മാറുക. ഇതിൻ്റെ ഇടയ്ക്ക് വന്നൊരു സാധനമാണ് ഈ തൊഴിലില്ലായ്മ. അതുപോലെ 60കളിൽ ഭയങ്കരമായ ക്ഷാമമാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, ഇന്ന് ചെറുപ്പക്കാർ കേട്ടാൽ വിശ്വസിക്കില്ല, ആളുകൾ താളും തകരയും മുറിച്ച് വേവിച്ച് കഴിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒന്നും കഴിക്കാനില്ല. ചരിത്രത്തിൽ അടയാളപ്പെടാതെ പോയ ആളുകളുടെ ചരിത്രം രേഖപ്പെടുത്തിയെന്നതാണ് ഇഖാമ നോവലിൻ്റെ പ്രത്യേകത എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുക്കം BP മൊയ്തീൻ സേവാമന്ദിറിൽ നടന്ന പ്രകാശന ചടങ്ങിൽ പ്രമുഖ മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ എളേറ്റിൽ നിന്ന് നൽകി എം എൻ കാരശ്ശേരി പുസ്തക പ്രകാശനം നിർവഹിച്ചു. സംവാദ ചെയർമാൻ ഗഫൂർ കുറുമാടൻ ചടങ്ങിൽ അധ്യക്ഷനായി. മാലിക് നാലകത്ത്, സലാം കൊടിയത്തൂർ, ബന്ന ചന്ദമംഗലൂർ, ഉബൈദ് എടവണ്ണ, ലുക്മാൻ അരീക്കോട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.